ഈ മേഖലയിലേക്ക് ഞാൻ വരാൻ ഒരു സഹായം ചെയ്തെന്നത് ആ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ എങ്ങനത്തെ ആളായിരുന്നു? അദ്ദേഹത്തെ കുറിച്ചല്ലേ ഞാനിപ്പോ പറഞ്ഞത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ 2 മക്കളും ചീത്തയാ. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അമ്മ പറഞ്ഞ ശരിയാ. തോട്ടത്തിൽ വിശ്വനാഥൻ സാറിന്റെ ക്വാളിറ്റി ഒന്നും മക്കൾക്ക് 2 പേർക്കുമില്ല. ഈ മക്കളെ 2 പേരും വച്ചുള്ള പാർട്ട്ണർഷിപ്പ് ശരിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മേ, വിശ്വനാഥൻ സാറിനോട് ഞാൻ നിർബന്ധിച്ചുണ്ടാക്കിയതാ ഈ പാർട്ണർഷിപ്പ് ഡീല്. പക്ഷേ അതെങ്ങനെ ഈ സന്ദീപിന്റെ പേരിലായി എന്നതാണ് എനിക്ക് ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ നീ അത് അന്വേഷിക്കണം. ഇവനെയൊക്കെ കമ്പനി കയറ്റുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആങ്ങളെയും പെങ്ങളും കണക്കാ. 2ന്റെ മുഖത്ത് നോക്കി അറിയാം എന്തോ ഒരു ലക്ഷണപ്പിശക്. എടാ, നിനക്ക് ഈ വിശ്വനാഥ് സാറിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചൂടെ? അമ്മ പറഞ്ഞ ഈ അതൃപ്തിയൊക്കെ എനിക്കും അവരോടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 വട്ടം സാറിനെ കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്യോ റെസ്പോണ്ട് ചെയ്യോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടെ താമസിക്കുന്നതെന്ന് നീ ഒന്ന് അന്വേഷിക്കേ. എന്നിട്ട് നീ ഒന്ന് പോയി കാണ്. അടുത്ത ദിവസം തന്നെ പോവാം. എടാ, ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാ അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 2ന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന്. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അമ്മ പേടിക്കണ്ട. ഈ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒക്കെ കുറച്ച് വർഷത്തേക്കാ. അതുവരെ ഇങ്ങനെ പോട്ടെ. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചില സഹായങ്ങളും എഗ്രിമെന്റും ഒക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ അവസാനിപ്പിക്കാനും പറ്റില്ല. റോഷ്നിയും സന്ദീപിനെയൊക്കെ ഓർത്ത് അമ്മ പേടിക്കണ്ട. അവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കേ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. മാഡത്തിന് സുഖം തന്നെ അല്ലേ?